Good morning. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കായ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ്. കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ബീംസിന്റെ അനാലിസിസ് ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള fixed beams in the analysis using three-moment equation. Okay. So, statically indeterminate ആയിട്ടുള്ള end supports fixed ആയിട്ട് വരുന്ന beams in the analysis using three-moment equation ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. So, first ഒരു beam consider ചെയ്യുക. ഈ beam കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും support A fixed ആണ്. 3-span beam ആണ് AB, BC and CD. അപ്പോൾ ഇത്തരത്തിലൊരു beam ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ three-moment equation യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിക്കാം. A എന്ന ഫിക്സ്ഡ് എൻഡിന്റെ ഫിക്സിറ്റി റിമൂവ് ചെയ്യുക. A0A എന്ന ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും A എന്ന ബീമിന്റെ ഫിക്സിറ്റി ഞാൻ റിമൂവ് ചെയ്യാണ്. ഫിക്സിറ്റി റിമൂവ് ചെയ്യുമ്പോൾ A എന്ന് പറയുന്നത് ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് ആവും. സോ A0 എന്ന ഇമാജിനറി സ്പാൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ ഇമാജിനറി സ്പാനിന്റെ ലെങ്ത് L0 ആണ്. ഫ്ലെക്സറൽ റിജിഡിറ്റി EI0 ഇൻഫിനിറ്റി ആണ്. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും A എന്ന ഫിക്സ്ഡ് സപ്പോർട്ടിന്റെ ഫിക്സിറ്റി ഞാൻ റിമൂവ് ചെയ്തു. A ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് ആക്കി. ദെൻ A0 എന്ന ഇമാജിനറി സ്പാൻ ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഇമാജിനറി സ്പാനിന്റെ ലെങ്ത് L0 ആണ്. ഫ്ലെക്സറൽ റിജിഡിറ്റി EI0 ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഫിക്സ്ഡ് സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ ആ ഫിക്സ്ഡ് സപ്പോർട്ടിന്റെ ഫിക്സിറ്റി റിമൂവ് ചെയ്യുക, അതിനെ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് ആക്കുക. ആ സപ്പോർട്ടിന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒരു ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഈ ബീമിന്റെ കേസിൽ നമുക്ക് ലെഫ്റ്റിലോട്ട് മാത്രമേ ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. A0 എന്ന ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യുക, having length L0 and flexural rigidity infinity. Okay. അപ്പോൾ ഈ ബീം ഒരു കണ്ടിന്യൂസ് ബീം ആയില്ലേ? സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ബീം ആയില്ലേ? കണ്ടിന്യൂസ് ബീമിനെ ഇനി നമുക്ക് ത്രീ മൊമെന്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാനായിട്ട് അറിയാലോ. സോ ഫസ്റ്റ് കൺസിഡർ സപ്പോർട്ട്സ് A0 A B or span A0 A and AB. ഇനി നിങ്ങൾ പഴയതുപോലെ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കാരണം ഇതൊരു കണ്ടിന്യൂസ് ബീം ആണ്. കണ്ടിന്യൂസ് ബീമിൽ ത്രീ മൊമെന്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അറിയാം. A0 AB എന്ന മൂന്ന് സപ്പോർട്ട്സ് ആദ്യം കൺസിഡർ ചെയ്യുക. ഫോം ദി ത്രീ മൊമെന്റ് ഇക്വേഷൻ. എന്തായിരിക്കും ത്രീ മൊമെന്റ് ഇക്വേഷൻ? M A0 into L0 by ഫ്ലെക്സറൽ റിജിഡിറ്റി ഇൻഫിനിറ്റി ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഇൻഫിനിറ്റി ആയിരിക്കില്ലേ? സോ L0 by infinity plus 2MA into L0 by infinity plus L1 by I1 plus MB into L1 by I1 is equal to 6EHA0 by L0 plus 6EHB by L1 minus 6A0 A0 by L0 infinity minus 6A1 A1 by L1 I1. Okay. ഞാൻ A0 A B എന്ന മൂന്ന് സപ്പോർട്ട്സ് കൺസിഡർ ചെയ്തു. ത്രീ മൊമെന്റ് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, 1 by infinity 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരുന്ന ടേംസ് എല്ലാം 0 ആയി പോകത്തില്ലേ? അപ്പോൾ ബാക്കി ഇക്വേഷനിലുള്ള ടേംസ് ഏതൊക്കെയാണ്? 2MA into L1 by I1 plus MB into L1 by I1 is equal to 6EHB by L1 minus 6A1 A1 by L1 I1. Okay. So, ഈ ഇക്വേഷൻ നമുക്കിനി സോൾവ് ചെയ്യാലോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നേക്കുന്ന ഇൻഡിറ്റർമിനേറ്റ് ബീമിൽ ഫിക്സ്ഡ് എൻഡ് സപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഫിക്സിറ്റിയെ റിമൂവ് ചെയ്യുക, ഒരു ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യുക, ഹാവിംഗ് ലെങ്ത് L0 ആൻഡ് ഫ്ലെക്സറൽ റിജിഡിറ്റി ഇൻഫിനിറ്റി. നമ്മൾ കൺസിഡർ ചെയ്ത ഇമാജിനറി സ്പാനും അതിന്റെ തൊട്ടടുത്ത സ്പാനിനെയും കൺസിഡർ ചെയ്ത് ത്രീ മൊമെന്റ് ഇക്വേഷൻ ഫോം ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ A0 A B എന്ന സപ്പോർട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് MA ആൻഡ് MB കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യുക? അഗൈൻ A B C എന്ന സപ്പോർട്ട് കൺസിഡർ ചെയ്യുക, ത്രീ മൊമെന്റ് ഇക്വേഷൻ ഫോം ചെയ്യുക.
then BCD എന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, 3 മൊമെന്റ് ഇക്വേഷൻ ഫോം ചെയ്യുക. ബാക്കി അനാലിസിസ് പ്രൊസീജിയർ എല്ലാം പഴയതുപോലെ തന്നെയാണ്. ആകെ ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഫിക്സ്ഡ് എൻഡ് വരുന്ന ബീംസിനെ അനലൈസ് ചെയ്യേണ്ടത് യൂസിങ് 3 മൊമെന്റ് ഇക്വേഷൻ. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Analyze the beam shown in figure by using 3 moment equation and draw the bend moment diagram. Question ഒരു beam തന്നിട്ടുണ്ട്, end A fixed ആണ്. ഈ beamനെ analyze ചെയ്യുക using 3 moment equation and also you need to draw the bend moment diagram. ശ്രദ്ധിക്കുക, ഈ beamലെ end A എന്ന് പറയുന്നത് fixed ആണ്. നമുക്ക് സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ ഫിക്സ്ഡ് സപ്പോർട്ടിന്റെ ഫിക്സിറ്റി റിമൂവ് ചെയ്യുക, അവിടെ ഒരു ഇമാജിനറി സ്പാൻ കൊടുക്കുക. സെയിം ഞാൻ എന്താ ചെയ്യുന്നത്? എയുടെ ഫിക്സിറ്റി റിമൂവ് ചെയ്തു, അതിനൊരു ഹിഞ്ച്ഡ് സപ്പോർട്ടായി എ നോട്ട് എന്ന ഇമാജിനറി സ്പാൻ എയുടെ ലെഫ്റ്റ് സൈഡ് കൊടുത്തു. ആ ഇമാജിനറി സ്പാനിന്റെ ലെങ്ത് എൽ നോട്ട് ആണ്, ഫ്ലെക്സുറൽ റിജിഡിറ്റി ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇനി ബാക്കി എല്ലാ അനാലിസിസും നമ്മൾ പഴയതുപോലെ കണ്ടിന്യൂസ് ബീമിൽ എങ്ങനെ ചെയ്തു സെയിം. അടുത്ത് എന്ത് ചെയ്യുക? ഫസ്റ്റ് യു നീഡ് ടു ഡ്രോ ദി ഫ്രീ മൊമെന്റ് ഡയഗ്രാം. ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എ നോട്ട് എ എന്ന പോർഷനിൽ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരുമോ? ഇല്ല, കാരണം അവിടെ ലോഡ് ഒന്നും ഇല്ല, അതൊരു ഇമാജിനറി സ്പാൻ ആണ്. സോ എ ബി എന്ന സ്പാനിലെയും ബി സി എന്ന സ്പാനിലെയും ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. സോ ഫസ്റ്റ് ഫോർ സ്പാൻ എ ബി ഫ്രീ മൊമെന്റ് ഡയഗ്രാം എന്താണ്? UDL ആണ് ത്രൂ ഔട്ട് ക്യാരി ചെയ്യുന്നത്. സോ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വിൽ ബി എ പാരബോള വിത്ത് മാക്സിമം ഓർഡിനേറ്റ് at the center which is equal to WL square by 8. Value substitute here, you will get 90 kilonewton meter. Similarly, for span BC, free moment diagram will be a triangle. കാരണം BC എന്ന സ്പാനിൽ central point load ആണ്. So free moment diagram will be a triangle with maximum ordinate under the load which is given by WL by 4 which is equal to 40 kilonewton meter. So maximum ordinate കിട്ടിക്കഴിഞ്ഞാൽ free moment diagram വരയ്ക്കാമല്ലോ. AB എന്ന പോർഷനിൽ പാരബോളിക്, BC എന്ന പോർഷനിൽ ട്രയാങ്കിൾ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫ്രീ മൊമെന്റ് ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പോർഷനിലെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഞാൻ AB എന്ന പോർഷനിലെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു ബൈ യൂസിംഗ് ഫോർമുല L/2 3 മീറ്റർ എന്ന് കിട്ടി. ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു ബൈ യൂസിംഗ് ഫോർമുല 2/3 into L into WL square by 8 360 meter square എന്ന് കിട്ടി. ഇനി അതുപോലെ BC എന്ന പോർഷൻ എടുക്കുക, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക ബൈ യൂസിംഗ് ഫോർമുല L/2 ആൻഡ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക ബൈ യൂസിംഗ് ഫോർമുല half L into WL by 4. സോ BC എന്ന പോർഷനിലെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് 2 മീറ്റർ, ഏരിയ 80 meter square എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അഡ്ജസന്റ് ആയിട്ടുള്ള 3 സപ്പോർട്ട്സ് കൺസിഡർ ചെയ്യുക, ഓർ അഡ്ജസന്റ് ആയിട്ടുള്ള 2 സ്പാൻ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ഏതൊക്കെ സ്പാനാ കൺസിഡർ ചെയ്യേണ്ടത്? കൺസിഡർ സ്പാൻ A naught A and AB. So first consider span A naught A and AB. A naught A and AB എന്ന span consider ചെയ്യുക. Form the 3 moment equation. Simplify ചെയ്യുക. 2MA into L1 by I1 plus MB into L1 by I1 is equal to minus 6A1 A1 by L1 I1 എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. Finally, you will get an equation in terms of MA and MB, that is 6MA plus 3MB is equal to minus 540. Put it as equation number 1. Similarly, next step and consider span AB and BC. Form the 3 moment equation. 3 moment equation form cheya. 3 moment equation il MC endana? C simple supports aanu. So MC will be equal to 0. 3 moment equation baki values substitute cheya, simplify ya, you will get an equation in terms of MA and MB, that is 3MA plus 14MB is equal to minus 780. Put it as equation number 2. Equation 1 and 2 compare there. 2 equation, 2 unknowns. Simplify ya, you will get MA as minus 69.6 kilonewton meter and MB as minus 40.8 kilonewton meter. Okay. അപ്പോൾ MA and MB കിട്ടിയത് മനസ്സിലായോ?
ഫിക്സ്ഡ് സപ്പോർട്ട് വരുന്ന ബീംസിന്റെ കേസിൽ 3 മൊമെന്റ് ഇക്വേഷൻ യൂസ് ചെയ്തുള്ള അനാലിസിസ് ക്ലിയർ ആയോ? സോ ഫൈനൽ മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡ്രോ ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഫൈനൽ മൊമെന്റ് ഡയഗ്രാം. ഫസ്റ്റ് ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക, ദെൻ ഫൈനൽ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഡിഫറൻസ് ആയിരിക്കും ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഫൈനൽ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഡിഫറൻസ് ആയിരിക്കും ആക്ച്വൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ക്ലിയർ ആയോ? സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. Analyze the continuous beam ABC shown in figure. The support B sinks by 10 mm by using 3 moment equation. E 200 kilonewton per mm square. Moment of inertia is constant throughout and is equal to 1 into 10 raised to 8 mm raised to 4. So ഇവിടെ നിങ്ങൾക്ക് ഒരു beam തന്നിട്ടുണ്ട് ABC. Support B sinks down ചെയ്യാണ് by 10 mm. 3 moment equation use ചെയ്ത് ഈ beam analyze ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. E തന്നിട്ടുണ്ട്, moment of inertia തന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും തന്നെ ഈ ബീമിലില്ല. സപ്പോർട്ട് എ ഫിക്സ്ഡ് ആണ്. നമുക്ക് സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എ എന്ന സപ്പോർട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ ആ ഫിക്സിറ്റിയെ റിമൂവ് ചെയ്യുക. എ എന്ന സപ്പോർട്ട് ഹിഞ്ച്ഡ് ആക്കുക. ഒരു ഇമാജിനറി സ്പാൻ എ നോട്ട് എ കൊടുക്കുക. ഞാനൊരു ഇമാജിനറി സ്പാൻ എ നോട്ട് എ കൊടുത്തു. ഹാവിംഗ് ലെങ്ത് എൽ നോട്ട് ആൻഡ് ഫ്ലെക്സർ റിജിഡിറ്റി ഇൻഫിനിറ്റി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്കിവിടെ എക്സ്റ്റേണൽ ലോഡ്, ബീമിൽ എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും തരാത്തത് കാരണം ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. സോ ആ സ്റ്റെപ്പ് നമ്മൾ അങ്ങ് കളയാണ്. ഡയറക്ട്ലി ഓരോ സ്പാൻ കൺസിഡർ ചെയ്യുന്നു, ഫ്രീ മൊമെന്റ് ഇക്വേഷൻ ഫോം ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. ഓൾസോ റിമെമ്പർ സപ്പോർട്ട് ബി സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് കൺസിഡർ സ്പാൻ എ നോട്ട് എ ആൻഡ് എ ബി. എ നോട്ട് എ ആൻഡ് എ ബി എന്ന സ്പാൻ കൺസിഡർ ചെയ്യുക. ഫോം ദ 3 മൊമെന്റ് ഇക്വേഷൻ. യു വിൽ ഗെറ്റ് 2ma into L1 by I1 plus mb into L1 by I1 is equal to 6ehb by L1. ഇവിടെ സെറ്റിൽമെന്റ് ബി എന്ന് പറയുന്ന സപ്പോർട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് എച്ച് ബി കൺസിഡർ ചെയ്യണം. ഇനി എച്ച് ബി എന്തായിരിക്കും? എ നോട്ട് എ ബി എന്ന സപ്പോർട്ട്സിൽ എൻഡ് സപ്പോർട്ടായ ബി ആണ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. സോ മിഡിൽ സപ്പോർട്ടിന്റെ താഴെയാണ് എൻഡ് സപ്പോർട്ട് വരുന്നത്. സോ റിലേറ്റീവ് ഹൈറ്റ് നെഗറ്റീവ് ആയിരിക്കും. സോ എച്ച് ബി വിൽ ബി ഈക്വൽ ടു -10 mm, which is equal to -0.01 meter. ഇനി 3 മൊമെന്റ് ഇക്വേഷനിൽ എച്ച് ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് MA ആൻഡ് MB, ദാറ്റ് ഈസ് 6MA plus 3MB is equal to -200. Put it as equation number 1. Then next step എന്താണ്? സ്പാൻ AB and BC കൺസിഡർ ചെയ്യുക. 3 മൊമെന്റ് ഇക്വേഷൻ ഫോം ചെയ്യുക. 3 മൊമെന്റ് ഇക്വേഷനിൽ C എന്ന സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട് ആണ്, എൻഡ് സപ്പോർട്ട് ആണ്. സോ MC will be equal to 0. ഇനി B എന്ന സപ്പോർട്ട് ആണ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. സോ ABC-യിലെ മിഡിൽ സപ്പോർട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എൻഡ് സപ്പോർട്ടായ എയും സിയുമായിട്ടുള്ള റിലേറ്റീവ് ഹൈറ്റ് ആയിരിക്കും HA ആൻഡ് HC. HA ആൻഡ് HC മിഡിൽ സപ്പോർട്ടിന് മുകളിലായതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. വാല്യൂ ഇസ് 10 mm. സോ HA ആൻഡ് HC 10 mm or 0.01 meter. MC, HC, HA values 3 moment equation will substitute ചെയ്യുക, simplify ചെയ്യുക. You will get an equation in terms of MA and MB, that is 3MA plus 14MB is equal to 500. Put it as equation number 2. In equation number 2 and equation number 1 compare the two equation, two unknowns, simplify here. Finally you will get MA is equal to -57.33 kilonewton meter and MB is equal to 48 kilonewton meter. Final moment കിട്ടിക്കഴിഞ്ഞാൽ next step draw the bending moment diagram. ഇവിടെ free moment diagram ഇല്ലാത്തതുകൊണ്ട് simply draw the final end moment diagram. So final end moment diagram will be your actual bending moment diagram for this beam. Okay, ഇങ്ങനെയാണ് continuous beam with fixed ends. Fixed end വരുന്ന continuous beams അല്ലെങ്കിൽ fixed beams. രണ്ട് end fixed ആയിട്ട് വരുന്ന fixed beams 3 moment equation യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.